ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. നമ്മൾ MCQയുടെ മൂന്നാമത്തെ സെഷനിലോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. SDRAM റെഫേഴ്സ് ടു ഓപ്ഷൻസ്: സിങ്കണസ് DRAM, സ്റ്റാറ്റിക് DRAM, സെമി DRAM, സെക്കൻഡ് DRAM. ആക്ച്വലി ഇതിന്റെ ആൻസർ നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാവുന്ന കാര്യമാണ് അല്ലേ, SDRAMന്റെ ഫുൾ ഫോം എന്താന്നുള്ളത്. പക്ഷേ നമുക്ക് ഇങ്ങനെ 4 ഓപ്ഷൻ തരുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ SDRAM റെഫേഴ്സ് ടു എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അവിടെ എഴുതി വെക്കുക ആക്ച്വലി എന്താന്നുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക, അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ അത്രയ്ക്കും നമുക്ക് ഉറപ്പാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇങ്ങനത്തെ ഓപ്ഷൻസ് നമ്മൾ എത്ര തന്നെയാണെങ്കിലും ഓപ്ഷൻസ് കണ്ടോ, ഇപ്പൊ സിങ്കണസ് DRAM, സ്റ്റാറ്റിക് DRAM, എന്താണ് സെമി DRAM, സെക്കൻഡ് DRAM. ഓക്കെ, സെക്കൻഡ് DRAM പോലും നമുക്ക് പറയാം ഓക്കെ സെക്കൻഡ് DRAM വരാൻ ചാൻസ് ഇല്ല. പക്ഷെ നമുക്ക് ഈ പറയുന്ന സെമി DRAMും സ്റ്റാറ്റിക് DRAMും സിങ്കണസ് DRAMും എല്ലാം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് തോന്നും. അപ്പോൾ ഇങ്ങനത്തെ ഫുൾ ഫോം ചോദിക്കുന്ന ഓപ്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സിങ്കണസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് എന്താണോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഓപ്ഷനിൽ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. അപ്പൊ നമുക്ക് ഇതിലെന്താണ് ഓപ്ഷൻ? സിങ്കണസ് DRAM അല്ലെ, നമ്മുടെ സിങ്കണസ് DRAM ആണ് SDRAM എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിലിപ്പോ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങളത് എന്താ പറയാ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയതും ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഓപ്ഷൻ നോക്കാതെ നിങ്ങൾ എഴുതി വെച്ചിട്ട് പിന്നീട് ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ മാത്രം നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക കൺഫ്യൂഷൻ കുറഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അതിൽ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ആൻസർ നമ്മൾ മാർക്ക് ചെയ്ത് പോകാറുണ്ട്, അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. CPU fetches instructions from memory according to the value of. CPU മെമ്മറിന്ന് ഇൻസ്ട്രക്ഷൻ എടുക്കും അല്ലെ. അപ്പൊ അത് ഏത് രജിസ്റ്റർ അല്ലെങ്കിൽ ഏതിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏത് വാല്യൂ അനുസരിച്ചിട്ടാണ് CPU മെയിൻ മെമ്മറി അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ്: സ്റ്റാറ്റസ് രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എവിടെ നിന്ന് എടുക്കുക, അതിന്റെ അഡ്രസ് എവിടെ ഉണ്ടാവുക? പ്രോഗ്രാം കൗണ്ടറിലാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂവിന് അനുസരിച്ചിട്ടാണ് CPU ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്തുകൊണ്ടുവരിക. ഓക്കെ, ഇത് ഡൗട്ട് ഇല്ലല്ലോ. നമുക്ക് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുന്നത് എന്താണ്? നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ആണ്, അതിന്റെ അഡ്രസ് ആണ് ഉണ്ടാവുക. സോ നമുക്ക് CPU നേരെ വന്ന് പ്രോഗ്രാം കൗണ്ടറിന്റെ അഡ്രസ് എടുത്തിട്ട് ആ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്താൽ പോരാ. ഓക്കെ അല്ലേ? അതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DRAM is used as main memory in a computer system because it എന്ത് ഫീച്ചർ ആണ്? അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് DRAMന്റെ എന്ത് ഫീച്ചർ ആണ് മെയിൻ മെമ്മറി ആയിട്ട് DRAMനെ യൂസ് ചെയ്യാൻ കാരണം? Needs refreshing circuit, consume less power, has higher speed, has lower cell density. ഓക്കെ, ഇതിൽ നമുക്ക് എന്താ പറയാ റിഫ്രഷിംഗ് സർക്യൂട്ട്. ഇത് ആക്ച്വലി റിഫ്രഷിംഗ് സർക്യൂട്ട് വേണമെന്നുള്ളത് കൊണ്ട് മെയിൻ മെമ്മറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ. അതേപോലെ കൺസ്യൂം ലെസ് പവർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. പക്ഷെ അതിനേക്കാളും നമുക്ക് ഹയർ സ്പീഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ആണ് നമ്മളെ
എന്താണ് അട്രാക്ട് ചെയ്യുന്നത് അല്ലെ. നമുക്ക് മെയിൻ മെമ്മറിയിലെ മെയിൻ ഫാക്ടറായിട്ട് നമുക്ക് വേണ്ടത് സ്പീഡാണ് അല്ലെ. സോ നമുക്കിവിടെ ഹയർ സ്പീഡുള്ള DRAM ചൂസ് ചെയ്യാൻ കാരണം ഹൈ സ്പീഡ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫാക്ട്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്കത് എവിടെ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ട്രൂ ഇൻ എ പൈപ്പ്ലൈൻ പ്രോസസ്സർ. നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് മനസ്സിൽ ഉറച്ചു വെക്കണം കേട്ടോ. ഇനി പൈപ്പ്ലൈൻ്റെ പ്രോസസ്സറിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വായിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ബൈപാസിംഗ് ക്യാൻ ഹാൻഡിൽ ഓൾ റോ ഹസാർഡ്സ്. നമുക്ക് റോ ഹസാർഡ്സ് എപ്പോഴാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? റൈറ്റ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ റൈറ്റ് ചെയ്തു, അത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് സേവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? റീഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി വരും. അതിനെയാണ് നമ്മൾ റോ ഹസാർഡ് എന്ന് പറഞ്ഞിരുന്നത് അല്ലെ. ഇനി ബൈപാസിങ് അതൊരു സൊല്യൂഷൻ ആയിട്ട്, റോ ഹസാർഡിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ബൈപാസിങ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബൈപാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമുക്കറിയാം നമ്മളുടെ ഓരോ സ്റ്റേജസ് കഴിയുമ്പോഴും അല്ലെ, ഓരോ ബഫർ ഉണ്ടായിരുന്നു ഇടയിൽ അല്ലെ. ബഫർ അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ്, ഇതെല്ലാം എന്താണ്? രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബഫേഴ്സ് ആയിരുന്നു അല്ലെ. ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ബൈപാസിങ് എങ്ങനെയാ ചെയ്യാം? അപ്പൊ നമുക്ക് രണ്ട് ഇൻസ്ട്രക്ഷൻ വിചാരിക്കുകയാണ്, I1 I2. സോ I1ന്റെ എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് I1 റൈറ്റ് ചെയ്യുന്ന വാല്യൂ I2 യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേജ് ഓഫ് I1ന്റെ ബഫറിൽ നമുക്ക് ആ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളത് എന്ത് ചെയ്യും? I2യുടെ ഏത് സ്റ്റേജിലോട്ടാണ് വേണ്ടത് അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്ന എന്താ പറയാ പ്രൊസീജിയറിനെയാണ് നമ്മൾ ബൈപ്പാസിങ്, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരെന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ഫോർവേഡ്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ബഫറിൽ നിന്നും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അടുത്ത ബഫറിലോട്ട് അല്ലെങ്കിൽ അടുത്ത ഏതിലോട്ടാണോ ഇതിന്റെ വാല്യൂ ആവശ്യം വരുന്നത് അതിലോട്ട് നമ്മൾ ബൈപ്പാസ് ചെയ്ത് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇതില് സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്നത് ബൈപ്പാസിംഗ് ക്യാൻ ഹാൻഡിൽ ഓൾ റോ ഹസാർഡ്സ് എന്നാണ്. അത് തെറ്റാണ്. കാരണം നമുക്ക് എല്ലാതരം റോ ഹസാർഡ്സും ബൈപ്പാസിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ വേറൊരു ഇൻസ്ട്രക്ഷനിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് കൊടുക്കാൻ പറ്റും അല്ലെ. ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ടു രജിസ്റ്റർ എന്നുള്ള രീതിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇൻ കേസ് ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഓക്കെ അല്ലേ? മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് ഡിപ്പെൻഡന്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെ പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ബൈപ്പാസിങ് എല്ലാതരം എന്താ പറയാ റോ ഹസാർഡ്സും എലിമിനേറ്റ് ചെയ്യോ ചോദിച്ചാൽ ഇല്ല. അപ്പൊ അത് ഓപ്ഷൻ 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ 1 ഫോൾസ് ആയിട്ട് എഴുതാം. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നോക്കൂ, രജിസ്റ്റർ റീനെയിമിംഗ് ക്യാൻ എലിമിനേറ്റ് ഓൾ രജിസ്റ്റർ ക്യാരിഡ് വാർ ഹസാർഡ്സ്. നമുക്ക് വാർ ഹസാർഡ് എപ്പോഴാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ. അപ്പോൾ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അത് ഫൈനൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ റൈറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ വാർ ഹസാർഡ് വരുന്നത്. അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് നമ്മൾ രജിസ്റ്റർ റീനെയിമിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ റീനെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നത് ഒരു മെമ്മറിന്റെ പേര് നമ്മൾ മാറ്റി അല്ലെ, ഇൻസ്ട്രക്ഷൻ മെമ്മറിയും ഡേറ്റ മെമ്മറി ആയിട്ട്. സോ അങ്ങനെ നമ്മൾ റീനെയിം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രജിസ്റ്റർ റീനെയിമിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാർ ഹസാർഡ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്.
നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. കൺട്രോൾ ഹസാർഡ് പെനാൽറ്റീസ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ. നമുക്കറിയാം കൺട്രോൾ ഹസാർഡ് എപ്പോഴാണ് സംഭവിക്കുക? ബ്രാഞ്ചിങ്, ജമ്പിങ് അതൊക്കെ വരുന്ന സമയത്താണ് കൺട്രോൾ ഹസാർഡ് സംഭവിക്കുക അല്ലെ? അപ്പോൾ അത് നമുക്ക് ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് കൺട്രോൾ ഹസാർഡിൽ അല്ലെങ്കിൽ ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ബ്രാഞ്ച് പ്രെഡിക്റ്റ് ചെയ്യാം. അതായത് ഈ രണ്ട് ബ്രാഞ്ച് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, I1 to I4ഉം നമുക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ I2ഉം പോകാൻ പറ്റും, I3യും പോകാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും പോവാം. സോ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളിപ്പോൾ റോഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിലോട്ടും പോവാം, ഇതിലോട്ടും പോവാം, ഇതിലോട്ടും പോവാം. അപ്പം നമ്മൾ അവിടെ ചോദിക്കാൻ ആരും ഇല്ലെങ്കിൽ നമ്മളൊരു അസംഷനിൽ ശരി ഓക്കെ ഇതിലൂടെ ആയിരിക്കും പോവാൻ പറ്റുക, ഇതായിരിക്കും കറക്റ്റ് റൂട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് എടുക്കും, ഈ റൂട്ട് എടുക്കും. എന്നിട്ട് അഥവാ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റീട്രേസ് ചെയ്ത് വന്നിട്ട് വീണ്ടും ഇതിൽ കൂടെ പോകേണ്ടി വരും അല്ലേ? അപ്പം നമുക്ക് ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ എപ്പോഴും ഒരു സൊല്യൂഷൻ ആണെങ്കിൽ കൺട്രോൾ ഹസാർഡ് പെനാൽറ്റി എലിമിനേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ I1 to I4ലോട്ട് പോകും, പക്ഷെ അവിടെ നിന്നാണ് അറിയുക അല്ലാതെ തെറ്റാണെന്നുള്ളത്. തെറ്റാണെന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ഇതേപോലെ തിരിച്ചു വരും, എന്നിട്ട് I3ലോട്ട് ജമ്പ് ചെയ്യും. അത് ശരിയാണെങ്കിൽ ഓക്കെ ഫൈനലൈസ് ചെയ്യും, ഇല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരും, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന I2ലോട്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ബ്രാഞ്ച് പ്രഡിക്ഷന് ഈ കൺട്രോൾ ഹസാർഡ് പെനാൽറ്റീസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഫാൾസ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ 1 and 3 ബി ആണ് കറക്റ്റ്. ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കിത് ഓർത്ത് വെച്ചോളണമെന്നില്ല. നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലനേഷൻ തരുമ്പോൾ നമ്മൾ മനസ്സിലാവും, നമ്മളത് അങ്ങനെ വിടും. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ്സ് ആക്കിയിട്ട് ട്രൂ ഫാക്ട്സ് ആക്കിയിട്ട് നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം, ഒരു പ്രത്യേക നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ, നിങ്ങൾ എക്സാമിന് നോക്കും എന്നുള്ള ഉറപ്പുള്ള നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. അപ്പം നമ്മൾ അവിടെ എഴുതുന്ന സമയത്ത് ബൈപാസിങ് cannot handle all row hazards. പിന്നെ ഇത് അതേപോലെ തന്നെ എഴുതാം. കൺട്രോൾ ഹസാർഡ് പെനാൽറ്റീസ് cannot be eliminated by dynamic branch prediction. ഇങ്ങനെ നമ്മൾ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സിന് ട്രൂ ആക്കിയിട്ട് എഴുതി വെക്കണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്താ പറയാ എക്സാമിന് നമുക്ക് ഇൻ കേസ് ഈ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആയിട്ട് തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് നോക്കാം. ഫാസ്റ്റർ മെമ്മറി ദാൻ റാം, വോളറ്റൈൽ മെമ്മറി, സ്മോളർ ഇൻ സൈസ് ദാൻ റാം, സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി. ഇതിൽ നമ്മൾ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ക്യാഷ് മെമ്മറിയിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫാസ്റ്റർ മെമ്മറി ദാൻ റാം ആണ്. ആണോ? അതെ, നമുക്കറിയാം സ്പീഡ് കൂടുതലാണ് ക്യാഷിന് അല്ലേ? വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്യാഷിന്റെ കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക. സ്പീഡ് ഉണ്ട്, സ്മോൾ ആണ്, വോളറ്റൈൽ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നേരെ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഫാസ്റ്റർ മെമ്മറി ദാൻ റാം ആണ്. ആണല്ലോ, സ്പീഡ് കൂടുതലാണ്, കറക്റ്റ് ഓപ്ഷൻ ആണ്. വോളറ്റൈൽ മെമ്മറി ആണോ? യെസ്, വോളറ്റൈൽ ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. സ്മോളർ ഇൻ സൈസ് ആണോ? അതെ, സ്മോളർ ഇൻ സൈസ് ആണ്, അതും കറക്റ്റ് ആണ്. സോ ബാക്കി സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി അത് തെറ്റാണ്. സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി അല്ലല്ലോ. അല്ലെങ്കിലും ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയാ സ്പീഡ് കൂടുക അല്ലേ? നമുക്കത് ഇഷ്ടമുള്ളത് നമ്മൾ സെർച്ച് ചെയ്യും, അത് കിട്ടണം നമുക്ക്. ഓക്കെ, സോ സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റ സൈസ് ഓഫ് വേർഡ്. ചിലവർക്ക് അത് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തത്. നമുക്കറിയാം 8 ബിറ്റ് ഒരു ബൈറ്റ് ആണ്. 4 ബിറ്റ് ഒരു നിബിളാണ്. ഓക്കെ, 16 ബിറ്റ് ഒരു വേർഡാണ്. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് പറയാം? നമുക്കറിയാം 8 ബിറ്റ് ഒരു ബൈറ്റ് ആണ്. സോ 16 ബിറ്റിന് നമുക്ക് എത്ര ബൈറ്റ് ആയിട്ട് പറയാം? 2 ബൈറ്റ്സ് ആയിട്ട് പറയാം. ഓക്കെ, സോ നോക്കൂ, ഇനി ക്വസ്റ്റ്യനില് ഡേറ്റ സൈസ് ഓഫ് വേർഡ് എന്താണ്? എത്ര ബൈറ്റ്സ് ആണ് വരുന്നത്? 2 ബൈറ്റ്സ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 16 ബിറ്റ്സ് വേണമെങ്കിൽ ഓപ്ഷനിൽ വരാം. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും തരാം. എങ്ങനെ തന്നാലും വേർഡ് എന്ന് പറയുന്നത് 2 ബൈറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഈ 2 ബൈറ്റിനെ നിങ്ങൾക്ക് ബിറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ എളുപ്പമല്ല. അപ്പൊ അങ്ങനെ 16 ബിറ്റ്സ് ചോദിച്ചാലും 2 ബൈറ്റ് എന്ന് പറയുമ്പോൾ 2 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ബിറ്റ്സ്. ഓക്കെ, അങ്ങനെ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സെക്ടർ സൈസ് ഓഫ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിന്റെ സെക്ടർ സൈസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അത് ആൻസർ എന്ന് പറയുന്നത് 1/2 കിലോബൈറ്റ് ആണ്. 1/2 കിലോബൈറ്റ് ഒരു കിലോബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1024 അല്ലേ? ഓക്കെ, 1024 ആണ്. സോ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 512. ഓക്കെ, അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 512. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ 512 ബൈറ്റ്സ് എന്നും ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 1/2 കിലോബൈറ്റ് എന്നും പറയാം. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ചോദ്യം, register renaming is done in pipeline processor as an alternative to register allocation at compile time. ആണോ? നമ്മളുടെ രജിസ്റ്റർ അലൊക്കേഷൻ കമ്പൈൽ ടൈം അല്ല. നമുക്കറിയാം രജിസ്റ്റർ റീനെയിമിംഗ് ഹസാർഡുമായി ബന്ധപ്പെട്ടാണ്. സോ ഓപ്ഷൻ സി എ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് സർട്ടൻ കൈൻഡ്സ് ഓഫ് ഹസാർഡ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റർ റീനെയിമിംഗ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത് അല്ലേ? ഏത് ഹസാർഡാണ് നമ്മൾ ഇവിടെ എന്താ പറയാ, രജിസ്റ്റർ റീനെയിമിംഗ് ഏത് ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡേറ്റ ഹസാർഡ്സ് കേട്ടോ. ഓക്കെ അല്ലേ? സോ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ.